ജിക്ക് നന്ദി അറിയിക്കുകയാണ് പ്രവാസ ലോകം. കാരണം പ്രവാസ ലോകം ഇത്രത്തോളം നെഞ്ചിലേറ്റിയ ഒരു പ്രധാനമന്ത്രി നേരത്തെ ഉണ്ടായിട്ടില്ല. അത്രമേൽ പ്രവാസികൾ ജിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം മറ്റൊന്നുമല്ല, മുമ്പൊക്കെ പ്രവാസികളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പറയുന്നത് നല്ല ബീഫൊക്കെ കഴിക്കാൻ വളരെ പാടായിരുന്നു. ബീഫ് കഴിക്കാൻ വേണ്ടി മാത്രം ലീവിന് നാട്ടിൽ വരുന്ന ഒരുപാട് പ്രവാസികളുണ്ടായിരുന്നു. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഗൾഫിലൊക്കെ പോകുന്ന ആരുടെയെങ്കിലും കയ്യിൽ വാഴയിൽ പൊതിഞ്ഞ ബീഫ് പൊറോട്ടയൊക്കെ കൊടുത്തുവിടുമ്പോൾ വളരെ ആർത്തിയോടുകൂടി ഷെയർ ചെയ്ത് വലിച്ചുവാരി തിന്നുന്ന പ്രവാസികളുണ്ടായിരുന്നു. കാരണം നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ ടേസ്റ്റ് അത്ര മനോഹരമാണ്, അല്ലെങ്കിൽ അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രവാസ ലോകത്ത് വല്ല സുഡാനെന്നോ അങ്ങനെ അന്ന് കിട്ടുന്ന ബീഫുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരുമാതിരി ഗന്ധമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രവാസികളാരും കഴിക്കാറില്ലായിരുന്നു. അവർ വല്ലപ്പോഴും കൂടി നാട്ടിൽ വരുമ്പോഴാണ് ആസ്വദിച്ച് ബീഫ് കഴിക്കുന്നത്. ഇപ്പോൾ മോഡി ജി വന്നതോടുകൂടി സംഗതികളാകെ മാറിയിട്ടുണ്ട്. പ്രവാസ ലോകത്ത് നല്ല ബീഫ് കഴിക്കുന്നുണ്ട്. കാരണം നാട്ടിൽ ബീഫ് കഴിച്ചാൽ അടുക്കളയിലൊക്കെ സെർച്ച് ചെയ്ത് പോയി ബീഫാണെങ്കിൽ ബീഫ് കറി വെച്ച ആൾക്കാരെയൊക്കെ തല്ലിക്കൊല്ലുകയാണ്. ആ ഗ്യാപ്പിൽ സംഘികളായപ്പോൾ ഗൾഫിലൊക്കെ ഈ മീറ്റ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഈ ബീഫ് അല്ലെങ്കിൽ അതുപോലുള്ള മീറ്റ് ബിസിനസ് നടത്തുന്ന വലിയ വലിയ കമ്പനിയുടെ ഓണർമാരൊക്കെ ഉത്തരേന്ത്യൻ സംഖ്യകളാണ്. അപ്പോൾ അവർക്കൊക്കെ നാട്ടിൽ ബീഫ് കച്ചവടം നടത്താൻ പറ്റാത്തതുകൊണ്ട് പരമാവധി ആടിനെയും പോത്തിനെയും പശുവിനെയൊക്കെ കശാപ്പ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ അയച്ച് പൈസ നേടാൻ സഹായിക്കുന്നുണ്ട് ജി. അതുകൊണ്ട് തന്നെ നല്ല ബീഫ് ജിയുടെ സഹായത്താൽ പ്രവാസ ലോകത്ത് പ്രവാസികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജിയോട് വളരെ നന്ദിയുണ്ട് പ്രവാസികൾക്ക്. കാരണം വാട്സപ്പ് സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സംഘിക്കുട്ടങ്ങൾ അടുക്കളയിൽ എന്താണ് വേവിക്കുന്നതെന്ന് തിരഞ്ഞ് ബീഫാണെങ്കിൽ ജനങ്ങളെ തല്ലിക്കൊല്ലാൻ തയ്യാറായുള്ള അഭിനവ ഭാരതത്തിൽ ജീവനാണല്ലോ ഏറ്റവും പരമപ്രധാനം. അത് കഴിഞ്ഞിട്ടല്ലേ ഫുഡൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആരും ബീഫ് കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി നാട്ടിൽ അലഞ്ഞടക്കുന്ന പശുക്കളെയും പോത്തുകളെയൊക്കെ കശാപ്പ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് ജിയുടെ സുഹൃത്തുക്കളായ സംഘി മാംസ കച്ചവടക്കാർക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജി വളരെ ആത്മാഭിമാനത്തോടു കൂടി അടുത്ത പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി വളരെ മികച്ച രീതിയിലാണെന്ന്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഗോമാതാവിനെ ഭക്ഷിക്കുന്നതിന് സംഘിക്കൂട്ടങ്ങൾക്കും ജിക്കും വിരോധമുള്ളൂ. പുറത്തൊക്കെ സംഘിജിയുടെ സുഹൃത്തുക്കൾക്ക് ബീഫ് കച്ചവടം നടത്തുന്നതിന് സംഘിക്കും വാട്സപ്പ് സർവകലാശാല പഠിച്ച ജിയുടെ അനുയായികൾക്ക് വളരെ സന്തോഷമാണ്. കാരണം പാർട്ടി ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ സംഗതികൾ പുരോഗമിച്ചു വരുമ്പോഴാണ് ജിയുടെ മറ്റൊരു പ്രസ്താവന ഇലക്ഷൻ്റെ അടുത്ത് കണ്ടത്. കാരണം ഇസ്രായേലിൽ ഫലസ്തീനുടെ യുദ്ധം കൊടുപിരികൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് കഴിഞ്ഞ റമദാനിൻ്റെ സമയത്ത് ജി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്രേ, റമദാൻ്റെ സമയമാണ്, മുസ്ലിങ്ങളൊക്കെ കഷ്ടപ്പെടുത്തരുത്, ഫലസ്തീനിൽ മുസ്ലിം സഹോദരങ്ങളെ കഷ്ടപ്പെടുത്തരുത്, അതുകൊണ്ട് യുദ്ധം നിർത്തണമെന്ന്. പക്ഷേ എങ്കിലും 3 ദിവസം ഇസ്രായേൽ യുദ്ധം തുടർന്നത്തെ അവസാനം മോദിജിയുടെ ദൂതൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രായേൽ റംലാനിൻ്റെ സമയത്ത് ഫലസ്തീനിൽ യുദ്ധം നിർത്തിയെന്നാണ് ജി അവകാശപ്പെടുന്നത്. എന്തായാലും റംലാനിൽ ബോംബ് വർഷം കൊണ്ട് പേടിച്ചോടി ബങ്കറിൽ ഒളിക്കേണ്ടി വന്ന പാലസ്തീനുകളൊന്നും ജിയുടെ പ്രസ്താവന കേൾക്കണ്ട. ജിയെയും ജിയുടെ വാട്സപ്പ് സർവകലാശാലയിലെ പഠിതാക്കളെയും അവർ വെച്ചേക്കില്ല. അതുകൊണ്ട് ജി ഇത്തരം വിടലുകൾ നിർത്തണം. കാരണം താങ്കളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും തെളിവില്ല, എവിടെയാണ് പഠിച്ചത്, ഏത് കോളേജിലാണെന്ന് പോലും തെളിവില്ല. അതുപോലെയുള്ള വങ്കത്തരങ്ങളൊക്കെ അപ്പാടെ ഒഴുകുന്ന സംഘികളുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഇലക്ഷൻ റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. സംഘികൾ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, ഇന്ത്യയുടെ ഭരണകാലഘട്ടം അവസാനിക്കുന്നതിൻ്റെ ശുഭസൂചനകൾ വന്നു തുടങ്ങുന്നു. രാജീവിൻ്റെ പുത്രൻ, ഇന്ദിരയുടെ പൗത്രൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്ന സമയം അനധിവിദൂരമല്ല. ഭാരതത്തിൽ ജനാധിപത്യവും മതേതരത്വവും വീണ്ടും പുലരുമെന്ന് വിശ്വസിക്കാം.
നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.